ആലപ്പുഴയിൽ ജി സുധാകരന് പുറമെ CPM ബന്ധം ഉപേക്ഷിച്ച് PK ശശി ഒറ്റപ്പാലത്ത് സ്വതന്ത്രനായി മത്സരിച്ചു. ഒറ്റപ്പാലത്ത് CPM വിമത കൂട്ടായ്മ രൂപീകരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി UDF പിന്തുണയോടെ മത്സരിക്കാനാണ് ആലോചിക്കുന്നത്. മത്സരിക്കുന്നതിന് സഹായം തേടി ഒറ്റപ്പാലത്തെ UDF നേതാക്കളെ PK ശശി സമീപിച്ചു. എന്നാൽ ശശിക്കെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം രംഗത്തുണ്ട്. ലൈംഗിക അതിക്രമ ആരോപണത്തിൽ ശശിക്കെതിരെ പ്രതിഷേധിച്ചതിനാൽ വോട്ട് ചോദിക്കുന്നതിൽ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. PK ശശി UDFിലെത്തിയാലും ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ KPCC നേതൃത്വത്തെ അറിയിച്ചു. കോൺഗ്രസ് നേതാവ് ഹരിഗോവിന്ദനെയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് OK ഫറൂഖിനെയോ ഒറ്റപ്പാലത്ത് പരിഗണിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഗുരുതര പരാതികളെ തുടർന്ന് 2021 PK ശശിയെ സ്ഥാനാർത്ഥിത്വം നൽകാതെ CPM മാറ്റി നിർത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ PK ശശി ഒറ്റപ്പാലത്ത് മത്സരിച്ചാൽ വിജയം ഉറപ്പിക്കാം. അത് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട്. എതിർപ്പ് പ്രകടിപ്പിച്ച് നിൽക്കുന്നവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ശശിയോടൊപ്പം നിർത്താനാണ് നേതൃത്വത്തിന്റെ ശ്രമം. അതേസമയം ജി സുധാകരൻ ആലപ്പുഴയിൽ UDF പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിക്കാനാണ് സാധ്യത. UDF നേതൃത്വം അതിനുള്ള പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു. ഇതിനിടയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ സുധാകരൻ വ്യക്തമായി പറയുന്നു, ഇനി CPMിലേക്കില്ലെന്ന്. 2026 മെമ്പർഷിപ്പ് സ്കൂട്ടണിയിൽ അംഗത്വം പുതുക്കാൻ അപേക്ഷ കൊടുത്തില്ല. അതുകൊണ്ട് ലെവിയും വരിസംഖ്യയും അടയ്ക്കേണ്ടി വന്നില്ല. 2022 സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവായി. ആലപ്പുഴ DC കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വരികയാണ്. വീണ് പരിക്കേറ്റ ശേഷം ഒരു ബ്രാഞ്ചിനൊഴികെ മറ്റെല്ലാത്തിനും കൃത്യമായി പങ്കെടുത്തു. 43 വർഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വത്തിന് ശേഷം ബ്രാഞ്ചിൽ വന്ന് പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറി അന്വേഷിച്ചില്ല. അതിൽ പരാതിയുമില്ല. 63 വർഷക്കാലത്തെ പാർട്ടി അംഗത്വ ചരിത്രമുള്ള എനിക്ക് പൊതുപരിപാടികളൊന്നും ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ 5 വർഷക്കാലം നൽകിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം എൻ്റെ വീടിനടുത്തുള്ള EMS ഹാളിൽ വെച്ച് നടത്തിയപ്പോൾ അടിയന്തരാവസ്ഥയുടെ ആദ്യകാലത്ത് തന്നെ നിരോധനം ലംഘിച്ച് പ്രകടനം നടത്തി അറസ്റ്റും ജയിൽവാസവും ലോക്കപ്പ് മർദ്ദനവും ഒക്കെ വാങ്ങി BIR കേസ് ഉൾപ്പെടെ അനുഭവിച്ച ജില്ലയിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാളായ എനിക്കൊരു ക്ഷണക്കത്ത് പോലും നൽകിയില്ല. എൻ്റെ അച്ഛനെ വരെ ആക്ഷേപിച്ച് ഒരു LC മെമ്പർ പോസ്റ്റ് ഇട്ടു. അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ഉറ്റ ശിഷ്യനാണ്. ഇതെല്ലാം നേരിട്ട് കഴിഞ്ഞ 5 വർഷങ്ങളായി ഞാൻ പാർട്ടിയിൽ തുടരുകയാണ്. ഒരു പ്രലോഭനത്തിനും കീഴടങ്ങിയില്ല. അപ്പോഴാണ് പാർട്ടി സെക്രട്ടറിയുടെ അടുത്ത് സംസാരിക്കാൻ ചെന്ന തോട്ടപ്പള്ളിക്കാരനായ ഒരു സഖാവിനോട് ശരിയല്ലാത്ത തരത്തിൽ ജില്ലാ നേതൃത്വത്തിൽപ്പെട്ടയാൾ സംസാരിച്ചതായി അറിഞ്ഞത്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ പത്രസമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി ഞാൻ ഒരു പരിഗണനയും അർഹിക്കുന്ന ആളല്ല എന്നർത്ഥം വരുന്ന ശരിയല്ലാത്ത പ്രയോഗം നടത്തുകയും കളിയാക്കി ചിരിക്കുകയും ചെയ്തു. അത് കേട്ട് പത്രക്കാരെല്ലാം പൊട്ടിച്ചിരിക്കുന്നത് കണ്ടു. ഇതൊന്നും ചോദിക്കാനോ തിരുത്താനോ ആരും തയ്യാറായിട്ടില്ല. കൂടുതൽ സംഭവങ്ങൾ വിവരിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ തുടർന്ന് മേൽപ്പറഞ്ഞ നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഈ മെമ്പർഷിപ്പ് സ്കൂട്ടണി കാലത്ത് സ്വമനസാലെ മെമ്പർഷിപ്പ് പുതുക്കാതെ ഇരിക്കുകയാണ്. ആദർശങ്ങളിൽ ജനലക്ഷങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യും. എല്ലാവർക്കും ആശംസകൾ. നന്ദി എന്ന് പറഞ്ഞാണ് സുധാകരൻ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ മുൻ MLAമാരും പാർട്ടി നേതാക്കന്മാരും CPMന് വെല്ലുവിളിയായി മാറുകയാണ്. ഐഷ കുറ്റി, PK ശശി, സുധാകരൻ, മലമ്പുഴയിൽ സുരേഷ് ഇവരെല്ലാം മത്സരരംഗത്ത് ഉറച്ചു നിന്നാൽ അത് CPMന് ക്ഷീണമാകും. ഇങ്ങനെയായാൽ മൂന്നാം ഊഴം കണ്ടറിയാം.